അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 വഫാത്തായത് എന്ന് സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. അവിടുത്തെ വഫാത്തിന്റെ ദിവസമാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര ഗൗരവപ്പെട്ട കാര്യമാണ്, എത്ര വലിയ മുസീബത്തായിരുന്നു അത്. സഹാബത്തിന് ചിന്തിക്കാൻ സാധിച്ചിരുന്നു അത്. മരണത്തിന് മുൻപ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹാബത്തിന് അത് സഹിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിമ്പറിൽ കയറി ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. ഒരടിമയോട് അല്ലാഹു രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു, ഒന്നുകിൽ അല്ലാഹുവിന്റെ പക്കലുള്ളത് അല്ലെങ്കിൽ ദുനിയാവ്. ഫഖ്താറ മാ ഇൻദല്ലാഹ്, ആ അടിമ അല്ലാഹുവിന്റെ അരികിലുള്ളത് തിരഞ്ഞെടുത്തു. ഇത് കേട്ട ഉടൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു കാര്യം മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് ഇദ്ദേഹം കരയുന്നത്? ഒരാളോട് അല്ലാഹു രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു, അദ്ദേഹം അല്ലാഹുവിന്റെ പക്കലുള്ളത് തിരഞ്ഞെടുത്തു. പക്ഷേ സംഗതി അത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത്. അവിടുത്തെ വഫാത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണത്. അത് ഈ ഉമ്മത്തിൽ ഏറ്റവും വിജ്ഞാനമുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവിടുന്ന് കരയുന്നത്. നിങ്ങൾ നോക്കൂ, മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഉപദേശങ്ങൾ കൊടുത്ത് യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. മുആദ് വാഹനപ്പുറത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന്റെ വാഹനത്തിന് താഴെ നടക്കുകയാണ്. മുആദ് വാഹനപ്പുറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെയുമായി നടക്കുന്നു. ഉപദേശങ്ങൾ കൊടുത്ത് മുആദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, ഓ മുആദ്, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി. ഓ മുആദ്, ഇതാ ഈ വർഷത്തിന് ശേഷം ഇനി നീ എന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം. ഒരുപക്ഷേ നീ ഇതാ എന്റെ ഈ മസ്ജിദിനരികിലൂടെയും എന്റെ ഖബറിനരികിലൂടെയും ആയിരിക്കാം ഇനി കടന്നു പോവുക. ഇത് കേട്ടപ്പോൾ ഫബകാ മുആദ് ജശഅൻ ലിഫിറാഖി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിറാഖ്, അവിടുത്തെ വേർപിരിയേണ്ടി വരും എന്ന നടുക്കം കൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അവിടുന്ന് വഫാത്തായിട്ടില്ല. പക്ഷെ അവിടുത്തെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകൾ പോലും സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് സഹിക്കാൻ സാധിച്ചിരുന്നില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ കാന അൽ യൗമു അല്ലദീ ദഖല ഫീഹി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന അദാഅ മിൻഹാ കുല്ലു ഷൈ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന അന്ന് മദീന മുഴുവൻ പ്രകാശപൂരിതമായി, മദീന മുഴുവൻ വെളിച്ചം നിറഞ്ഞു. ഫലമ്മാ കാന അൽ യൗമു അല്ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ലു ഷൈ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അന്ന് മദീന മുഴുവൻ ഇരുട്ടായി എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വമാ നഫദ്നാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഐദി ഹത്താ അൻകർനാ ഖുലൂബനാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനുമേൽ മണ്ണിട്ട് കൈയെടുത്തപ്പോഴേക്കും നമ്മുടെ ഹൃദയങ്ങളാകെ മാറിപ്പോയതായി, ഹൃദയങ്ങളിൽ എന്തോ മാറ്റം വന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ അനസ്, ഓ അനസ്, كيف سقط أنفسكم أن تحت التراب على رسول الله صلى الله عليه وسلم. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുകളിൽ മണ്ണിടാൻ നിങ്ങൾക്ക് സാധിച്ചത്? അത്രയും അവർക്ക് സഹിക്കാൻ സാധിക്കാത്ത കാര്യമായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഉസീബ അഹദുകും ബിമുസീബ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ദമുൽ മസായിബ്. നിങ്ങളിൽ ആർക്ക് ഏതെങ്കിലും മുസീബത്ത്, ഒരു അപകടം ഉണ്ടായാൽ അവൻ ഞാൻ വഫാത്തായതുകൊണ്ടുള്ള, ഞാൻ മരണപ്പെട്ടതുകൊണ്ടുള്ള മുസീബത്ത് അവൻ ഓർത്തുകൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു, മരണപ്പെട്ടു എന്നതാണ് സഹോദരങ്ങളെ അഅ്ദമുൽ മസായിബ്, ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും വലിയ അപകടം അതാണ്. അതിനേക്കാൾ ഒരു അപകടം ഇനി നമുക്ക് വരാനില്ല. ആ ദിനത്തിലോ മുസ്ലിമേ സഹോദര, എങ്ങനെയാണ് നിനക്ക് അന്ന് ആഘോഷിക്കാനും തുള്ളിച്ചാടാനും പാട്ടുപാടാനും അന്ന് ആഘോഷ ദിവസമാക്കാനും നിനക്ക് സാധിക്കുന്നത്? മാത്രമോ ആ ദിവസം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ദൗത്യവുമായി അല്ലാഹു അയച്ചോ, ഏതൊരു ദീനുമായി അയച്ചോ, ആ ദീനിന് തീർത്തും വിരുദ്ധമായ ശിർക്കൻ പ്രവർത്തനങ്ങൾ ഈ ആളുകൾ പ്രവർത്തിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇലാഹാക്കുകയാണ്, അവിടുത്തെ വിളിച്ചു തേടുകയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? എന്തിനാണ് അവിടുത്തെ സ്വന്തം ജനങ്ങൾ, ബന്ധുക്കൾ അവിടുത്തെ ആക്ഷേപിച്ചത്, നബിയോട് യുദ്ധം ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നത് വിലക്കിയതിന്, ശിർക്ക് വിലക്കിയതിന്, ആ ശിർക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണെന്ന് പറയുന്നവർ, അവകാശപ്പെടുന്നവർ ചെയ്യുക എന്നത് എത്ര ഗൗരവതരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ബിദ്അത്തിനെതിരിൽ നാം ശക്തമായി നമ്മുടെ നാവ് കൊണ്ടും നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ഇതിനെതിരിൽ നാം ആളുകളെ ഉത്ബോധിപ്പിക്കുക, അവരെ ഈ സത്യം ബോധ്യപ്പെടുത്തുക. ഈ ഹക്കും ബാത്തിലുമായുള്ള പോരാട്ടം അത് ഹക്കും ബാത്തിലും നിലനിൽക്കുന്ന കാലത്തോളം ഉള്ളതാണ്. അത് ആർക്കും മടുത്താലും അഹ്ലുസുന്നത്തിന് മടുക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ശിർക്കിനെതിരിൽ, ബിദ്അത്തിനെതിരിൽ മരണം വരെ നിലകൊള്ളാൻ, ഇസ്ലാമിലും സുന്നത്തിലുമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൻ.